നമസ്കാരം. ഇത് നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി ബികോം 4th സെമസ്റ്റർ കോഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന പേപ്പറിൻ്റെ ഒരു മൊഡ്യൂൾ 5 ഒരു പാർട്ട് മാത്രമാണ് പറയുന്നത്. അതിന് അറിയാമല്ലോ, മൊഡ്യൂൾ 5 എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് ആൻഡ് വർക്കിംഗ് ഓഫ് മേജർ കോഓപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് നമ്മൾ പഠിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ കോഓപ്പറേറ്റീവ് മേഖലയിൽ അല്ലെങ്കിൽ കോഓപ്പറേറ്റീവ്സിനെ സഹായിക്കുന്ന മേജർ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻസിൻ്റെ വർക്കിംഗ് ആണ് നമ്മൾ ഇവിടെ പറയുന്നത്. അതിനകത്ത് നമ്മൾ ആദ്യം പറയുന്നത് നബാർഡിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ആദ്യം നബാർഡ് എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ചാൽ നബാർഡ് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. 15 മാർക്കിനും 4 മാർക്കിനും ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ഏരിയയാണ് നബാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഏത് ഏരിയയിലും ചോദിക്കാം. നബാർഡ് ആണെങ്കിൽ 1-2 വർഷം കൊണ്ട് ചോദിക്കാത്തത് കൊണ്ട് ചിലപ്പം ഈ വർഷം ചോദിച്ചാലുമായി. അതുകൊണ്ടാണ് നബാർഡ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നബാർഡ് ആണ് പറയുന്നത്. അപ്പോൾ നബാർഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? നബാർഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് വെച്ചാൽ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്നാണ്. അതാണ് നബാർഡ്, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. അതാണ് നബാർഡിൻ്റെ ഫുൾ ഫോം. അപ്പം നബാർഡ് എങ്ങനെയാണ് നബാർഡ് വന്നത് എന്നാണ് അവിടെ ഒരു ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫായിട്ട് നമ്മൾ പറയുന്നത്. നബാർഡ് എങ്ങനെ നബാർഡിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ളതാണ്. അപ്പോൾ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് ഇൻ ബൂസ്റ്റിംഗ് റൂറൽ എക്കോണമി ഹാസ് ബീൻ ക്ലിയർ ടു ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ റൈറ്റ് ഫ്രം ഇറ്റ്സ് ഏർലി ഏജസ് ഓഫ് പ്ലാനിങ്. എന്ന് വെച്ചാൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അതിൻ്റെ പ്ലാനിങ് കമ്മീഷനും അല്ലെങ്കിൽ അതിൻ്റെ 5 ഇയർ പ്ലാനിങ് ഉണ്ടല്ലോ. അപ്പോൾ ഈ 5 ഇയർ പ്ലാനിങ്ങിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ തന്നെ റൂറൽ എക്കണോമിയെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനെ കൊണ്ട്, ഒന്ന് പ്രൊമോട്ട് ചെയ്യാനെ കൊണ്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റിന് പ്രാധാന്യമുണ്ട് എന്ന് ആദ്യം തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തിരിച്ചറിഞ്ഞിരുന്നു. എന്നുവെച്ചാൽ നമ്മുടെ റൂറൽ മേഖലയിൽ ഒരു ക്രെഡിറ്റ് കൊടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വേണം, അല്ലെങ്കിൽ റൂറൽ എക്കോണമിയെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് ഉണ്ടാവണം എന്നുള്ളൊരു അതിൻ്റെ ഒരു പ്രാധാന്യം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മനസ്സിലാക്കിയിരുന്നു. Therefore, the Reserve Bank of India, at the instances of the Government of India, constituted a committee to review the arrangement for institutional credit for agriculture and rural development to look into these very critical aspects. അതുകൊണ്ട് തന്നെ RBI, ഈ RBI ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പറഞ്ഞത് പ്രകാരം എന്ത് ചെയ്തു? ഒരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആ കമ്മിറ്റിയുടെ പേരാണ് കമ്മിറ്റി ടു റിവ്യൂ ദ അറേഞ്ച്മെൻറ്റ് ഫോർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് ആൻഡ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. അതിനാണ് ക്രാഫി കാർഡ് എന്നാണ് പറയുന്നത്. ക്രാഫി കാർഡ് കേട്ടോ. എന്താണ് കമ്മിറ്റി ടു റിവ്യൂ? എന്താ വെച്ചാൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റിൻ്റെ കാര്യങ്ങൾ, അറേഞ്ച്മെൻറ്റുകൾ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമ്മിറ്റിയാണ്. കമ്മിറ്റിയുടെ പേരെന്താണ്? ക്രാഫി കാർഡ് എന്ന് പറയും കേട്ടോ. എന്താണ് ക്രാഫി കാർഡ് എന്ന് പറയും. അതിൽ എന്താണ് ഫുൾ ഫോമായിട്ട്, ക്രാഫി കാർഡിൻ്റെ ഫുൾ ഫോമായിട്ട് നമ്മൾ പറയുന്നത് കമ്മിറ്റി ടു റിവ്യൂ ദ അറേഞ്ച്മെൻറ്റ് ഫോർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയും. ഓക്കെ. ദ കമ്മിറ്റി വാസ് ഫോംഡ് ഓൺ 30th March 1979 അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് ശ്രീ ബി ശിവരാമൻ, ഫോർമർ മെമ്പർ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഈ ഒരു കമ്മിറ്റി നിലവിൽ വന്നത് 1979 മാർച്ച് മാസം 30 അദ്ദേഹത്തെ ഈ എന്താണ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ശ്രീ ബി ശിവരാമൻ എന്ന് പറയുന്ന അദ്ദേഹമായിരുന്നു. അദ്ദേഹം പ്ലാനിംഗ് കമ്മീഷൻ്റെ ഫോർമർ മെമ്പർ ആയിരുന്നു എന്നുകൂടി പറയുന്നുണ്ട്. ദ കമ്മിറ്റീസ് ഇൻറ്ററിം റിപ്പോർട്ട് സബ്മിറ്റഡ് ഓൺ 20th November 1979 outlined the need for a new organizational device for providing undivided attention, forceful direction and pointed focus to credit related issues linked with rural development. അപ്പോൾ ഈ 1979 മാർച്ച് 31 ഫോം ചെയ്ത കമ്മിറ്റി 1979 തന്നെ നവംബർ 28 അതിൻ്റെ ഒരു ഇൻറ്ററിം റിപ്പോർട്ട് സമർപ്പിച്ചു. ആ ഇൻറ്ററിം റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നതെന്ന് വെച്ചാൽ എന്താണ്? ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റിൻ്റെ ആവശ്യകത അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളിലും കൃത്യമായിട്ടുള്ള അറ്റൻഷൻ കൊടുക്കാനും കൃത്യമായ ഡയറക്ഷൻ കൊടുക്കുവാനും അതേപോലെ ക്രെഡിറ്റ് റിലേറ്റഡ് ഇഷ്യൂസ്
റൂറൽ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട ക്രെഡിറ്റ് റിലേറ്റഡ് ഇഷ്യൂസിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള ഒരു മെഷർ അവിടെ ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അവിടെ ഉണ്ടാകണം എന്നാണ് അതിനകത്ത് റെക്കമെൻഡ് ചെയ്തിരുന്നത്. ഇറ്റ്സ് റെക്കമെൻഡേഷൻ വാസ് ഫോർമേഷൻ ഓഫ് എ യുണീക്ക് ഡെവലപ്മെൻറ്റ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ which would be address these aspirations, and formation of National Bank for Agriculture and Rural Development was approved by the Parliament through Act 61 of 1981. അങ്ങനെ ഈ ഒരു റെക്കമെൻഡേഷൻ ഉണ്ടല്ലോ, ആ റെക്കമെൻഡേഷൻ്റെ ഫലമായിട്ടാണ് നബാർഡ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ 1981 61ാമത്തെ ആക്റ്റായിട്ട് നമ്മുടെ പാർലമെൻറ്റ് പാസ്സാക്കിയത്. അപ്പം നബാർഡ് എന്നാണ് നമ്മുടെ പാർലമെൻറ്റ് പാസ്സാക്കിയതെന്ന് ചോദിച്ചാൽ ആ നബാർഡ് ആക്ട് 1981 എന്നുള്ളതാണ്. വൺ ഓഫ് ദ റെക്കമെൻഡേഷൻസ് ഓഫ് ദ ക്രാഫി കാർഡ് അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് ശ്രീ ബി ശിവരാമൻ, വിച്ച് വാസ് അപ്പോയിൻറ്റഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇൻ 79, was the establishment of National Bank for Agriculture and Rural Development Bank by integrating the functions of RBI and അഗ്രികൾച്ചർ റീഫിനാൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. എന്ന് വെച്ചാൽ ഈ ക്രാഫി കാർഡിൻ്റെ ഒരു പ്രധാനപ്പെട്ട റെക്കമെൻഡേഷനിലൂടെയാണ് എന്ത് വന്നിട്ടുള്ളത്, ഈ നബാർഡ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ നബാർഡ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ നിലവിൽ വരുമ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട 2 സ്ഥാപനങ്ങളുടെ ഫങ്ഷനുകളെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതാണ്. എന്നുവെച്ചാൽ എന്താണ്, ഈ RBIയുടെ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയും. RBIയുടെ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഫംഗ്ഷനും അതേപോലെ തന്നെ അഗ്രികൾച്ചറൽ റീഫിനാൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻസിൻ്റെ ഫംഗ്ഷനും ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് അത്തരം കാര്യങ്ങളാണ് ആര് ചെയ്യുന്നത്, നബാർഡ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഇനി നബാർഡ് വാസ് സെറ്റപ്പ് ഓൺ 12th July 1982 അണ്ടർ ദ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് 1981. എന്നുവെച്ചാൽ നമ്മൾ പറഞ്ഞു എന്നാണ് പാർലമെൻറ്റ് പാസ്സാക്കിയത് 1981. അത് 1982 ജൂലൈ 12 എന്തായി നിലവിൽ വരികയും ചെയ്തു, ഒരു ബാങ്കായി തന്നെ നിലവിൽ വരികയും ചെയ്തു. ഇറ്റ് ഹാസ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ് ബൈ മെർജിങ്, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ് അല്ലേ. എന്നുവെച്ചാൽ എന്താണ്, നമ്മുടെ RBIയുടെ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റും അതേപോലെ തന്നെ അഗ്രികൾച്ചറൽ റീഫിനാൻസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനും കൂടെ എന്ത് ചെയ്തു, മെർജ് ചെയ്തിട്ടാണ് ഏത് വന്നിട്ടുള്ളത്, നബാർഡ് നിലവിൽ വന്നിട്ടുള്ളത്. It was dedicated to the service of the nation by the Prime Minister ശ്രീമതി ഇന്ദിരാ ഗാന്ധി on 5th November 1982. ഇത് രാജ്യത്തിനായി സമർപ്പിക്കപ്പെട്ടത് നവംബർ 5 1982 അത് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ് അത് രാജ്യത്തിന് സമർപ്പിച്ചത് എന്നുള്ളതാണ്. നമ്മുടെ നബാർഡിൻ്റെ ഇനിഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 100 crore rupees ആണ്. അതിപ്പോൾ ഒരു 2018 മാർച്ച് 31 കണക്ക് പ്രകാരമാണെങ്കിൽ അത് ഒരു 10,580 കോടിയായിട്ട് നിലനിൽക്കുന്നുണ്ട്. Consequent to the revision in the composition of share capital between Government of India and RBI, NABARD today is fully owned by Government of India. അപ്പോൾ ഇതിൻ്റെ ഒരു ഓണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ നബാർഡിനെ ഇപ്പം മുഴുവനായും കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ ഓൺ ചെയ്യുന്നത് ആരാണ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണെന്ന് പറയാൻ കഴിയും. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന 2 കാര്യങ്ങളാണ്, അതിൻ്റെ വിഷനും മിഷനുമാണ്. നമ്മുടെ നബാർഡിൻ്റെ വിഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ദ നേഷൻ ഫോർ ഫോസ്റ്ററിങ് റൂറൽ പ്രോസ്പെരിറ്റി. എന്നുവെച്ചാൽ ഈ റൂറൽ പ്രോസ്പെരിറ്റിക്ക് വേണ്ടി നിലനിൽക്കുന്ന ഒരു നാഷണൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ആയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. മിഷനായിട്ട് പറയുന്നത് പ്രൊമോട്ട് സസ്റ്റൈനബിൾ ആൻഡ് ഇക്വിറ്റബിൾ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ത്രൂ പാർട്ടിസിപ്പേറ്റ് ഫൈനാൻഷ്യൽ ആൻഡ് നോൺ ഫൈനാൻഷ്യൽ ഇൻ്റർവെൻഷൻസ്, ഇന്നൊവേഷൻ, ടെക്നോളജി ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെവലപ്മെൻറ്റ് ഫോർ സെക്യൂറിങ് പ്രോസ്പെരിറ്റി എന്നുള്ളതാണ്. എന്നുവെച്ചാൽ എന്ത് ചെയ്യുക, ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇക്വിറ്റബിൾ ആയിട്ടുള്ള ഒരു അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ പ്രൊമോട്ട് ചെയ്യുമ്പം ആ പ്രൊമോട്ട് എങ്ങനെയൊക്കെയാണ്, എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ആ പ്രൊമോട്ട് ചെയ്യുന്നത്, പാർട്ടിസിപ്പേറ്റീവ് ഫൈനാൻഷ്യൽ ആൻഡ് നോൺ ഫൈനാൻഷ്യൽ ഇൻ്റർവെൻഷൻസ്, ഇന്നൊവേഷൻസ്, ടെക്നോളജി, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെവലപ്മെൻറ്റ്, അങ്ങനെ എല്ലാമാണ് ഈ ഒരു പ്രോസ്പെരിറ്റിയിലേക്ക് നമ്മൾ എത്തേണ്ടത് എന്നാണ് പറഞ്ഞത്. ഇത്രയും അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫായിട്ടൊക്കെ എഴുതാൻ പറ്റുന്നതാണ്. ഇത് നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ പല പല മേഖലകളിൽ അത് എഴുതാൻ പറ്റും. 4 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ ഇതിനകത്തൊരു ചെറിയ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ എടുത്ത് നമുക്കത് എഴുതാൻ പറ്റും കേട്ടോ.
അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് നബാർഡാണ്. നബാർഡിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവുകൾ. അപ്പോൾ നമുക്കൊരു 4 ഒബ്ജക്റ്റീവ് ഞാനവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെയാണ് പ്രൊമോട്ടിങ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്നുള്ളതാണ്. നമ്മുടെ കാർഷിക മേഖലയെയും അതേപോലെ തന്നെ ഗ്രാമീണ മേഖലയുടെയും ഡെവലപ്മെൻറ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നൊരു സ്ഥാപനമാണ് എന്ന് പറയുന്നത് നബാർഡ് എന്ന് പറയുന്നത്. ഫോസ്റ്ററിങ് റൂറൽ എൻട്രപ്രണർഷിപ്പ് എന്ന് വെച്ചാൽ എന്താണ്? സംരംഭകത്വം. ഗ്രാമീണ മേഖലയിലുള്ള ആളുകളുടെ സംരംഭകത്വത്തെ എന്ത് ചെയ്യുന്നു? ഇമ്പ്രൂവ് ചെയ്യുന്നു എന്നുള്ളതാണ്. എൻഹാൻസിങ് റൂറൽ ക്രെഡിറ്റ്, അതേപോലെ തന്നെ ഇമ്പ്രൂവിങ് റൂറൽ ലൈവ്ലിഹുഡ്, ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് ഈ നബാർഡിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളായിട്ട് പറയുന്നത്. ഇനി ഫണ്ടിൻ്റെ കാര്യമാണ് പറയുന്നത്. ഫണ്ടെന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ. എന്താണ്? നബാർഡ് തുടങ്ങുന്ന സമയത്ത് ഒരു 100 കോടിയായിരുന്നു അതിൻ്റെ ഇനീഷ്യൽ പെയ്ഡപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇത് നമ്മൾ പകുതി എന്ന് വെച്ചാൽ 50 കോടി RBIയും 50 കോടി ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുമാണ് അന്നത് എന്ത് ചെയ്തിട്ടുള്ളത്? കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. പിന്നെ അതിൻ്റെ എന്താണ്? അതിൻ്റെ ഒരു മുഴുവൻ ആയിട്ടുള്ള ഷെയർ ഹോൾഡിങ്ങും അത് ആരിലേക്ക് മാറിയെന്ന് പറഞ്ഞിട്ടുണ്ട്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിലേക്ക് മാറിയെന്നും പറയുന്നുണ്ട്. ഓക്കെ. പിന്നെ ഇത് ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ കംപ്രൈസ്ഡ് ഓഫ് 500 crore എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റലായിട്ട് പറയുന്നത് 500 കോടിയാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ബാങ്ക് ഈസ് ഓതറൈസ്ഡ് ടു റൈസ് ഫണ്ട് ബൈ വേ ഓഫ് ഇഷ്യൂവൻസ് ഓഫ് ഡിബഞ്ചർ ആൻഡ് ബോണ്ട്സ് ഓൺ ദ ഗ്യാരണ്ടി ഓഫ് സെൻട്രൽ ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഗ്യാരണ്ടിയിൽ ഡിബഞ്ചറുകളും ബോണ്ടുകളും ഇഷ്യൂ ചെയ്യുന്നത് വഴി ഫണ്ട് റൈസ് ചെയ്യാനെ കൊണ്ട് ആർക്ക് അധികാരമുണ്ട്? ബാങ്കിന്, നബാർഡിന് അധികാരമുണ്ട് എന്നും പറയുന്നുണ്ട്. പിന്നെ മാനേജ്മെൻറ്റാണ്. മാനേജ്മെൻറ്റിൽ പ്രധാനമായിട്ടും 15 അംഗങ്ങളാണുള്ളത്. 15 അംഗങ്ങളിൽ ഒരു ചെയർമാൻ ഉണ്ടാവും, അതേപോലെ ഒരു മാനേജിംഗ് ഡയറക്ടർ ഉണ്ടാവും. പിന്നെ 2 എക്സ്പേർട്സ് ഇൻ റൂറൽ എക്കണോമിക്സ്. റൂറൽ എക്കണോമിക്സിൽ എന്താണ്? റൂറൽ എക്കണോമിക്സിൽ എക്സ്പേർട്ടായിട്ടുള്ള ഒരു 2 എക്സ്പേർട്ടുകളുണ്ടാവും. അതേപോലെ തന്നെ 3 എക്സ്പേർട്സ് ഫ്രം കോഓപ്പറേറ്റീവ്സ് ആൻഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്. എന്താണ്? കൊമേഴ്ഷ്യൽ ബാങ്കിങ് മേഖലയിലും കോഓപ്പറേറ്റീവ് മേഖലയിലും എക്സ്പേർട്സ് ആയിട്ടുള്ള 3 പേരുണ്ടാവും. അതേപോലെ തന്നെ 3 സിറ്റിംഗ് ഡയറക്ടേഴ്സ് ഫ്രം ദ ബോർഡ് ഓഫ് RBIയുടെ ബോർഡിലുള്ള നിലനിൽക്കുന്ന അംഗങ്ങളിലെ 3 ഡയറക്ടർമാരുണ്ടാവും. അതേപോലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ നിന്നുള്ള അംഗങ്ങൾ ഡയറക്ടർമാരായിട്ട് 3 പേരുണ്ടാവും. അതേപോലെ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു 2 പേരുണ്ടാവും. അത്രയാണ് നമ്മുടെ 15 മെമ്പർ നബാർഡ് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത്. പിന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് ആൻഡ് അഡ്വൈസറി കൗൺസിൽ. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്തും ചെയ്യാറുണ്ട്? ഒരു അഡ്വൈസറി കൗൺസിൽ കൂടെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാറുണ്ട് എന്നാണ് പറയുന്നത്. അത് കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെച്ചേക്കണം. ഇത് എഴുതുമ്പോൾ കറക്റ്റ് ഇതേപോലെ തന്നെ ചെറിയ സൈഡ് ഹെഡിങ് കൊടുത്ത് എഴുതി പോകുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫങ്ഷൻസ് ഓഫ് നബാർഡാണ്. നബാർഡിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷനുകൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ആയിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് 1 ഫൈനാൻഷ്യൽ ഫങ്ഷൻ, 2 ഡെവലപ്മെൻറ്റൽ ഫങ്ഷൻ, 3 സൂപ്പർവൈസറി ഫങ്ഷൻ, 4 റെഗുലേറ്ററി ഫങ്ഷൻ. അപ്പം 15 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ പരീക്ഷയ്ക്ക് ഫങ്ഷൻസ് ഓഫ് നബാർഡാണ് ചോദിക്കുന്നത്. അപ്പോൾ ഫങ്ഷൻസ് ഓഫ് നബാർഡ് എഴുതുന്ന സമയത്ത് നമ്മൾ ഈ ഫൈനാൻഷ്യൽ ഫങ്ഷനും ഡെവലപ്മെൻറ്റൽ ഫങ്ഷനും സൂപ്പർവൈസറി ഫങ്ഷനും റെഗുലേറ്ററി ഫങ്ഷനുമാണ് നമ്മൾ എഴുതി വെക്കേണ്ടത്. എന്നിരുന്നാലും നമ്മൾ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫും ഫണ്ടും മാനേജ്മെൻറ്റും എല്ലാം എഴുതിയതിന് ശേഷം മാത്രമേ നമ്മൾ എന്തെഴുതാൻ പോകാവുള്ളൂ? ഫങ്ഷൻസ് എഴുതാൻ പോകാവുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പറയുന്ന ഫങ്ഷൻ എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ ഫങ്ഷനാണ് പറയുന്നത് കേട്ടോ. എന്താണ് ഫൈനാൻഷ്യൽ ഫങ്ഷൻ എന്നൊരു ചോദ്യമുണ്ട്. എന്താണ് ഫൈനാൻഷ്യൽ ഫങ്ഷൻ? ഫൈനാൻഷ്യൽ ഫങ്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ റൂറൽ മേഖലയിൽ അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ മേഖലയിൽ എന്ത് എത്തിച്ചു കൊടുക്കുന്നു? ഫൈനാൻസ് എത്തിച്ചു കൊടുക്കുന്നു. അത് നേരിട്ടോ അല്ലാതെയോ ഒക്കെ ആകാം എന്നുള്ളതാണ്. അതിനകത്ത് ഒന്നാമത്തെയാണ് റീഫിനാൻസ്, ഷോർട്ട് ടൈം എന്ന് പറയുന്നത്. ഷോർട്ട് ടൈം റീഫിനാൻസ് ഫെസിലിറ്റീസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഈ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ വഴി നമ്മുടെ രാജ്യത്ത് ഫുഡ് സെക്യൂരിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട്, എന്ന് വെച്ചാൽ എന്താണ്, ഈ ഭക്ഷ്യസുരക്ഷ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വഴി ക്രോപ്പ്
ക്രോപ്പ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് കർഷകർക്ക് എന്തെത്തിച്ചു കൊടുക്കും? ക്രോപ്പ് ലോൺസ് എത്തിച്ചു കൊടുക്കുന്ന പരിപാടിക്കാണ് നമ്മൾ എന്ത് വിളിക്കുക? റീഫിനാൻസ്, ഷോർട്ട് ടൈം ലോണുകൾ എന്ന് പറയുക. ഷോർട്ട് ടൈം ലോൺസിൻ്റെ റീഫിനാൻസ് എന്ന് പറയുന്നതെന്നുള്ളതാണ് കേട്ടോ. പുസ്തകത്തിൽ പിന്നെ അതിൻ്റെ ഒരു കണക്കൊക്കെ പറയുന്നുണ്ട്. ഒരു 2017-18 കാലഘട്ടത്തിൽ 55,000 കോടി രൂപ വരെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഷോർട്ട് ടൈം റീഫിനാൻസിൻ്റെ ഗണത്തിൽ പൈസ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. രണ്ടാമത്തെയാണ് ലോങ് ടൈം ലോൺസ് എന്ന് പറയുന്നത്. ലോങ് ടൈം ലോണുകൾ എന്ന് പറയുന്നത് ഏകദേശം ഒരു 18 മാസം തൊട്ട് 5 വർഷത്തിൽ കൂടുതലുള്ള കാലയളവിലേക്ക് കൊടുക്കുന്ന ലോണുകൾക്കാണ് നമ്മൾ സാധാരണഗതിയിൽ ലോങ് ടൈം റീഫിനാൻസ് എന്ന് പറയുന്നത്. അതും ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്കാണ് കൊടുക്കുന്നത്. നമ്മുടെ ഈ നബാർഡ് പോലുള്ള സ്ഥാപനങ്ങൾ എപ്പോഴും ഇൻഡിവിജ്വൽസിന് നേരിട്ടല്ല കൊടുക്കുന്നത്, പകരം ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്ക് കൊടുക്കുകയും അതുവഴി ഇൻഡിവിജ്വൽസിന് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു 18 മാസം മുതൽ 5 വർഷത്തിൽ കൂടുതൽ വരെയുള്ള ലോണുകൾക്കാണ് ഈ ലോങ് ടൈം ലോണുകൾ എന്ന് പറയുക. അതും ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ വഴിയാണ് നമ്മളിത് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ ഫാം ആക്ടിവിറ്റീസും നോൺ ഫാം ആക്ടിവിറ്റീസും ഇടയ്ക്കുള്ള ഒരു ഗ്യാപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ അവർ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ മറ്റുള്ള സ്ഥാപനങ്ങൾക്കും അതുവഴി നമ്മുടെ ജനങ്ങൾക്കും എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അവിടുത്തെ ഒരു ഇതെന്ന് പറയുന്നത് കേട്ടോ. അടുത്തതായിട്ട് ഞാൻ എഴുതിയിട്ടുള്ളത് PMAYG ആണ്. PMAYG എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമോ? പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ എന്നാണ് കേട്ടോ. പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് അത്. ഈ വീട് വെക്കാനുള്ള ലോണുകളാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെയും കുറച്ച് കണക്കുകളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. PMAYG എന്ന് വെച്ചാൽ നല്ല ഒരു പക്ക ഹൗസ് എന്ന് വെച്ചാൽ ഒരു ബേസിക് അമ്യൂണിറ്റീസ് എല്ലാം ഉള്ള ഒരു പക്ക ഹൗസ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന എമൗണ്ടിനെയാണ് നമ്മൾ വിളിക്കുക പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന് പറയുന്നത്. 2017-18 കാലഘട്ടത്തിൽ ഏതാണ്ട് 7,329.43 കോടി രൂപ ഈ ഒരു PMAYG വഴി കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി നാലാമത്തെയാണ് നിദ എന്ന് പറയുന്നത്. NIDA. നിദ എന്ന് വെച്ചാൽ എന്നിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് നബാർഡ് എന്ന് പറയുന്നത്. നബാർഡ്. പിന്നെ നബാർഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഏജൻസി, അതാണ് നിദ കേട്ടോ. നബാർഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഏജൻസി അസിസ്റ്റൻസ് ആണ്. അസിസ്റ്റൻസ്, നബാർഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് അസിസ്റ്റൻസ്. അപ്പോൾ ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്കും അതേപോലെ കോർപ്പറേഷനുകൾക്കും കൃത്യമായിട്ടുള്ള വരുമാനം കിട്ടാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഫണ്ടുകളാണ് ഏതെന്ന് പറയുന്നത് ഈ നിദ എന്ന് നമുക്ക് പറയാൻ കഴിയുക. അതും പറയുന്നുണ്ട്. 2017-18 കാലഘട്ടങ്ങളിൽ 15 പ്രോജക്റ്റുകളിലായിട്ട് 7,465 കോടി രൂപയോളം ഇതിനു വേണ്ടി ചിലവാക്കിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അടുത്താണ് ഡയറക്റ്റ് ലെൻഡിങ് ടു കോഓപ്പറേറ്റീവ് ബാങ്ക്സ് എന്ന് വെച്ചാൽ ഈ നബാർഡ് സഹകരണ സംഘങ്ങൾക്ക് നേരിട്ട് എന്ത് ചെയ്യാറുണ്ട്? പൈസ എത്തിച്ചു കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ ഫണ്ട് എത്തിച്ചു കൊടുക്കാറുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അവിടെ അതിനും കണക്ക് പറയുന്നുണ്ട്. 2017-18 കാലഘട്ടങ്ങളിൽ 58 CCBകൾക്കും 4 സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കുകൾക്കുമായിട്ട് നമ്മുടെ ഈ 14 സ്റ്റേറ്റുകളിലായിട്ട് എത്ര കൊടുത്തിട്ടുണ്ട്? 4,849 കോടി രൂപ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ ക്രെഡിറ്റ് ഫെസിലിറ്റി ടു മാർക്കറ്റിംഗ് ഫെഡറേഷൻസ് ഒക്കെ അറിയാമല്ലോ. നമ്മൾ ഇതിനകത്ത് തന്നെ ഈ മൊഡ്യൂൾ തന്നെ നാഫെഡും മാർക്കറ്റ് ഫെഡും ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെയുള്ള മാർക്കറ്റിംഗ് ഫെഡറേഷനുകൾക്ക് അല്ലെങ്കിൽ കോഓപ്പറേറ്റീവ്സുകൾക്കൊക്കെ എന്ത് കൊടുക്കാറുണ്ട്? ക്രെഡിറ്റ് ഫെസിലിറ്റീസ് അറേഞ്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസേഴ്സിൻ്റെയും അതർ ഫാം ആക്ടിവിറ്റികളുടെയും മാർക്കറ്റിങ്ങിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു ക്രെഡിറ്റ് ഫെസിലിറ്റിക്ക് കൊടുക്കുന്നത്. ഓക്കെ. അടുത്തതാണ് ഫുഡ് പ്രോസസ്സിംഗ് ഫണ്ടുകൾ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ
ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള സ്പെഷ്യൽ ഫണ്ടാണ് എന്ന് പറയുന്നത് ഈ ഫുഡ് പ്രോസസ്സിംഗ് ഫണ്ട് എന്ന് പറയുന്നത്. ഈ ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റുകൾക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു പൈസ എത്തിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയാണ്. ഇതിനേക്കാൾ തോനെയും നമ്മുടെ ടെക്സ്റ്റിലുണ്ട്, പക്ഷേ ഇത്രയെങ്കിലും എഴുതി പോയി കഴിഞ്ഞാൽ ഒരു നല്ല എസ്സേ ആയിട്ട് അത് നിൽക്കും. ഓക്കെ, രണ്ടാമതാണ് ഡെവലപ്മെൻറ്റൽ ഫംഗ്ഷനായിട്ട് നമ്മൾ പറയുന്നത്. ഡെവലപ്മെൻറ്റൽ ഫംഗ്ഷനിൽ നമ്മൾ ആദ്യം പറയുന്നതെന്ന് വെച്ചാൽ KCC ഫോർ ഫാർമേഴ്സാണ്. KCC എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഏകദേശം നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും. കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയും. KCC എന്ന് വെച്ചാൽ എന്താണ്, കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്ന് വെച്ചാൽ ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായിട്ട് കൂടി ചേർന്ന് നബാർഡ് ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു സ്കീമാണ്. അത് 1998 ഓഗസ്റ്റിലാണത് എന്ത് ചെയ്തിട്ടുള്ളത്, നിലവിൽ വന്നിട്ടുള്ളത്. ക്രോപ്പ് ലോണുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ കിസാൻ ക്രെഡിറ്റ് കാർഡ് സ്കീം നിലവിൽ വന്നിട്ടുള്ളത് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ കിസാൻ ക്രെഡിറ്റ് കാർഡ് ഉള്ള ആളുകൾക്ക് അതുവഴി ലോണിന് അപ്ലൈ ചെയ്യാനും അതുവഴി ലോൺ കിട്ടാനുമുള്ള സാധ്യതകളുണ്ട് എന്നാണ് പറയുന്നത്. അടുത്തയാണ് എന്തെന്ന് പറയുന്നത് വാട്ടർ ഷെഡ് ഡെവലപ്മെൻറ്റ്. വാട്ടർ ഷെഡ് ഡെവലപ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ ഈ അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഇറിഗേഷൻ നടക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അഗ്രികൾച്ചർ ഏരിയയിലേക്ക് എന്താണ് വെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ട് ഉള്ള വാട്ടർ ഷെഡ് പ്രോജക്റ്റുകളാണ് അത് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ പറയുന്നുണ്ട് കേട്ടോ. ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ഈ കൃത്യമായിട്ടുള്ള ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആളുകളെ കൂടി അതിൻ്റെ ഫൈനാൻഷ്യൽ മേഖലയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അവിടെയും കൂടെ ഈ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഇതാണ് പ്രധാനപ്പെട്ട ഇത് ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറയുന്നത് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇവർക്ക് ഈ ഫൈനാൻഷ്യൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരുക്കി കൊടുക്കുന്നു, ഇൻഫർമേഷൻ എത്തിച്ചു കൊടുക്കാനുള്ള ആ ഒരു കേപ്പബിലിറ്റീസ് എല്ലാം എത്തിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. അടുത്താണ് ഈ ശക്തി എന്ന് പറയുന്നത്. ഈ ശക്തി എന്ന് വെച്ചാൽ നമ്മുടെ അവിടെ എന്താണ്, ഈ നമ്മുടെ ഇൻ്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇൻ്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെ പറയുന്നത് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളുണ്ടല്ലോ. ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളെ ഇൻ്റർനെറ്റ് പ്ലാറ്റ്ഫോമുമായിട്ട് ബന്ധപ്പെടുത്തുകയും ആ ഇൻ്റർനെറ്റ് പ്ലാറ്റ്ഫോമുമായിട്ട് ബന്ധപ്പെടുത്തിയതിന് ശേഷം ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ വഴി എന്തു കൊടുക്കുകയും ചെയ്യുന്നു, ഫൈനാൻസ് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഈ ശക്തി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സ്കിൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്ത് വളർന്നു വരുന്ന ഈ ഒരല്പം എൻട്രപ്രനറിയൽ കൾച്ചറൊക്കെയുള്ള റൂറൽ യൂത്തുകളുണ്ടല്ലോ, അവരെ എന്ത് ചെയ്യുക, അവരെ പ്രൊമോട്ട് ചെയ്യുക. അത്യാവശ്യം സംരംഭകത്വമൊക്കെ മനസ്സിലുള്ള ഐഡിയകളൊക്കെ ഉള്ള യൂത്ത് ആയിട്ടുള്ള ആളുകളെ എന്ത് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നബാർഡ് വഴി കൊടുക്കുന്ന ഫൈനാൻസ് ആണ് എന്ന് പറയുന്നത് സ്കിൽ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അടുത്ത മാർക്കറ്റിംഗ് ഇനിഷ്യേറ്റീവ്സ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. എന്താണ്, ഈ ആളുകൾ ഉൽപ്പാദിപ്പിക്കുന്ന പല പ്രോഡക്റ്റുകൾക്കും കൃത്യമായിട്ടുള്ള കിട്ടുന്നില്ല, മാർക്കറ്റിംഗ് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ എക്സിബിഷൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് കൊടുക്കും, നമ്മുടെ ഫൈനാൻസ് എത്തിച്ചു കൊടുക്കും. അതേപോലെയാണ് ഇൻക്യുബേഷൻ സെൻറ്ററുകൾ എന്ന് പറയുക. ഇൻക്യുബേഷൻ സെൻറ്ററുകൾ എന്ന് വെച്ചാൽ അറിയാമല്ലോ, നമ്മൾ എന്താണ്, ടു കൊമേഴ്ഷ്യലൈസ് ഇന്നോവേഷൻസ് ആൻഡ് ടു ഷേപ്പ് അഗ്രി എൻ്റർപ്രണർഷിപ്പ് ഇൻ ദ കൺട്രി വി എക്സ്റ്റെൻഡ് സപ്പോർട്ട് ടു ഡിഫറൻറ്റ് യൂണിവേഴ്സിറ്റീസ് വിത്ത് ടോട്ടൽ ഫൈനാൻഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ഓഫ് 23.99 crore എന്നാണ് ഇതിനകത്ത് പറയുന്നത്. എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമോ, നമ്മൾ ഡിഫറൻറ്റ് യൂണിവേഴ്സിറ്റികൾ വഴി കുറച്ച് എമൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ രാജ്യത്ത് ആകമാനം കൊടുക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്, ഇന്നോവേഷൻസിനെ കൊമേഴ്ഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇന്നോവേഷൻസിനെ എന്നുവെച്ചാൽ ആൾക്കാരുടെ മനസ്സിലുള്ള ഐഡിയകളെ അതിനൊരു ബിസിനസ്സായിട്ടോ ആ ബിസിനസ് വഴിയുള്ള ഒരു പ്രോഡക്റ്റായിട്ടോ എന്ത് ചെയ്യാനെ കൊണ്ട് ഇൻക്യുബേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അത്തരം സംഗതികളുള്ളത്. ഇനി പിന്നെ നമ്മൾ പറയാൻ പോണ രണ്ട് പ്രധാനപ്പെട്ട ഫംഗ്ഷനുകളാണ് ഇത്. ഒന്ന് സൂപ്പർവൈസറി ഫംഗ്ഷനും അതേപോലെ തന്നെ എന്തുമാണ്, റെഗുലേറ്ററി ഫംഗ്ഷനുമാണ്. അപ്പോൾ സൂപ്പർവൈസറി ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ അങ്ങനെ അധികമായിട്ടൊന്നും പറയാനില്ല. എന്ന് വെച്ചാൽ ഈ
നബാർഡിന് എന്ത് ചെയ്യാനെ കൊണ്ട് ഈ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകളിലും സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കുകളിലും റീജിയണൽ റൂറൽ ബാങ്കുകളിലുമൊക്കെ ഇൻസ്പെക്ഷൻ നടത്താനുള്ള അധികാരമുണ്ട് എന്നുള്ളതാണ്. എന്നുവെച്ചാൽ നബാർഡിൽ നിന്ന് ഫണ്ടുകൾ എടുത്ത് പ്രവർത്തിക്കുന്ന ഇത്തരം ബാങ്കുകളിലെല്ലാം വളരെ കൃത്യമായിട്ടുള്ള ഇൻസ്പെക്ഷൻസ് കണ്ടക്ട് ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്? നബാർഡിനുണ്ട് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് എന്ന് പറയുന്നത് സൂപ്പർവൈസറി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പം നബാർഡ് പറയുന്ന രീതിയിൽ തന്നെയാണോ അവർ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ വളരെ കൃത്യമായിട്ട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ, മാൾ ഫങ്ഷൻസ് വല്ലതും നടക്കുന്നുണ്ടോ, ഫൈനാൻഷ്യൽ സൗണ്ട്നെസ് എങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു ഫംഗ്ഷനാണ് സൂപ്പർവൈസറി ഫംഗ്ഷൻ എന്ന് പറയുക. അവസാനം പറയുന്നതാണ് റെഗുലേറ്ററി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അവിടെ ഇത് തന്നെയാണ് പറയുന്നത്, ബ്രാഞ്ചുകളിലും കോപ്പറേറ്റീവ് ബാങ്കുകളിലും RRBകളിലൊക്കെ ഇൻസ്പെക്ഷൻസ് കണ്ടക്ട് ചെയ്യാനെ കൊണ്ടുള്ള ഒരു അധികാരം നബാർഡിന് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നബാർഡിന് എന്തെങ്കിലും തരത്തിലുള്ള ബ്രാഞ്ചുകൾ നമ്മുടെ രാജ്യത്ത് എവിടെയെങ്കിലും തുടങ്ങണം എന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള അധികാരം കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കൃത്യമായിട്ടുള്ള RRBകളും കോപ്പറേറ്റീവ് ബാങ്കുകളും കൃത്യമായിട്ട് റിട്ടേണുകൾ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റുകൾ ആർക്ക് ഫയൽ ചെയ്യണം? നമ്മൾ നബാർഡിന് ഫയൽ ചെയ്യണം. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നബാർഡിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടം കൊണ്ടാണ് അത് തീരുന്നത്. ഒരു